ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 72 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 73-ാമത്തെ ശ്ലോകം നോക്കാം. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധാ ത്വൽപ്രസാദാന്മയാച്യുതാ സ്ഥിതോऽസ്മി ഗതസന്ദേഹഃ കരിഷ്യേ വചനം തവ. അർജുന ഉവാച. അർജുനൻ ഇപ്രകാരം പറഞ്ഞു. അച്യുത, ഹേ അച്യുത, ത്വൽപ്രസാദാൻ, അങ്ങയുടെ കാരുണ്യത്താൽ, മയാ, എൻ്റെ, മോഹനഷ്ടഃ, മോഹം അഥവാ മതിഭ്രമം ഇല്ലാതെയായിരിക്കുന്നു. സ്മൃതി, ആത്മബോധം, അതായത് ഞാൻ ആര് എന്ന ആ സ്മൃതി, ലബ്ധാഹ, തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഗതസന്ദേഹ സ്ഥിത അസ്മി, ഞാൻ സന്ദേഹരഹിതനായി തീർന്നിരിക്കുന്നു. തവ വചനം, അങ്ങയുടെ ഉപദേശങ്ങളെ, കരിഷ്യേ, ഞാൻ അനുസരിച്ചു കൊള്ളാം. ഹേ അച്യുത, അങ്ങയുടെ കാരുണ്യത്താൽ എൻ്റെ മതിഭ്രമം എല്ലാം ഇല്ലാതെയായിരിക്കുന്നു. ആത്മബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതായത് ഞാൻ ആര് എന്ന ബോധം, ആ സ്മൃതി എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഞാൻ സന്ദേഹരഹിതനായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ ഉപദേശങ്ങളെ ഞാൻ അനുസരിച്ചു കൊള്ളാം. ഇതാണ് അർജുനൻ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ശ്രദ്ധയോടെ ശ്രവിച്ചുവോ? നിൻ്റെ സംശയങ്ങളെല്ലാം മാറിയോ? ഇതാണ് ഭഗവാൻ ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് അർജുനൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹേ കൃഷ്ണ, അങ്ങയുടെ കാരുണ്യത്താൽ എൻ്റെ മതിഭ്രമമെല്ലാം മാറിയിരിക്കുന്നു. എൻ്റെ ബുദ്ധി തെളിഞ്ഞിരിക്കുന്നു. ഞാൻ ആര് എന്നെനിക്ക് ബോധ്യമായിരിക്കുന്നു. അതായത് ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് എന്നെനിക്ക് ബോധ്യമായിരിക്കുന്നു. എൻ്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ധർമ്മത്തെപ്പറ്റി ഞാൻ ബോധവാനായിരിക്കുന്നു. എൻ്റെ വിഷാദമെല്ലാം അകന്നിരിക്കുന്നു. അങ്ങയുടെ ആജ്ഞയും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞാനിതാ സർവാത്മനാ തയ്യാറായിരിക്കുന്നു. ഇതാണ് അർജുനൻ പറയുന്നത്. അർജുനൻ്റെ സമ്പൂർണമായ ശരണാഗതിയാണ് ഇവിടെ ദർശിക്കുന്നത്. ഞാനെന്ന ഭാവം വെറും വ്യാമോഹവും മിഥ്യയും മാത്രമാണ് എന്ന് അർജുനൻ തിരിച്ചറിയുന്നു. ഇതെല്ലാം താൻ ചെയ്യുന്നു എന്നുള്ള ചിന്ത മിഥ്യയാണ് എന്ന് അർജുനൻ തിരിച്ചറിയുന്നു. താൻ ഈശ്വരൻ്റെ വെറും ഉപകരണം മാത്രമാണ് എന്ന് അർജുനൻ തിരിച്ചറിയുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഉപയോഗിക്കുവാൻ പാകത്തിന് നിന്നു കൊടുക്കുക മാത്രമാണ് തൻ്റെ കർത്തവ്യം എന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. അതോടെ അർജുനൻ്റെ പാപചിന്തയും മമത്വചിന്തയും ഉത്കണ്ഠയും ഭയവും എല്ലാം പോയി മറയുന്നു. ഭഗവത് ദൗത്യ നിർവഹണത്തിനായി കർമ്മനിരതനായി മാറുന്ന അർജുനനെയാണ് നാം ഈ ശ്ലോകത്തിൽ ദർശിക്കുന്നത്. അങ്ങനെ അർജുനൻ സംശയമെല്ലാം ദൂരീകരിക്കപ്പെട്ട് തൻ്റെ ധർമ്മം നിർവഹിക്കുവാൻ, ധർമ്മയുദ്ധത്തിനായി തയ്യാറായി സജ്ജമാകുന്ന കാഴ്ചയാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.